Very good morning, dear students. So far we have seen about the training syllabus or how a training has to be designed and processed. So we have seen the following steps of training process. Okay, hope you all are very well known about that. And now we are moving on to the types of training. So for what purpose or what kind of training that has to be selected, that is what we are going to discuss today. Okay, so for whom, first of all, we are going to see for whom the training has to be given. So in the board I have written almost the training types. Okay, first one is we are talking about orientation training. So when do you give orientation training in the organization? When the employees are new to the organization. So when the employee join firstly to the organization, they should know about the organization. They should know what are all there in the organization, what are all the other departments, what is the organization structure followed in the organization, what are all the privileges given to the employees. Everything should be made known to the new entrants. Okay, so orientation training ആർക്കുള്ളതാണ്? To the newly employed people who are new to the organization. ഓർഗനൈസേഷനിൽ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ച് ഒന്നും അറിയില്ലല്ലോ, അല്ല. we are new to the organization and we don't know what are all the departments working over there and whom we are responsible എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ. നമുക്കിതൊന്നും അറിയില്ല പുതിയതായിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്. So we have to know about the organization, its campus and all the facilities, privileges given to the employees. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്, ഇതിൻ്റെ ചരിത്രം പോലും അറിയാതെ നമ്മൾ ചേർന്നിട്ട് കാര്യമില്ല. ഒരു ജോലിയിൽ നമ്മൾ ചേരുമ്പോൾ ആരെങ്കിലും നമ്മുടെ കമ്പനീനെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാനിപ്പോൾ ചേർന്നിട്ടുള്ളൂ, ഞാൻ ചേർന്നിട്ട് 1 മാസമായിട്ടുള്ളൂ, 2 മാസമായിട്ടുള്ളൂ, എനിക്കൊന്നും അറിയില്ല. So this is not a good impression about the organization, because ഇതൊക്കെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്ലാനിങ്ങിലുള്ള കാര്യങ്ങളാണ്. When they hire a new employee to the organization, they should be made known to the organization. അവർക്ക് എന്താ പറയുക, 1-2 ദിവസത്തെ ചിലപ്പോൾ നമുക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പോലെ കൊടുക്കേണ്ടി വരും. അവർ ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, എത്ര ഡിപ്പാർട്ട്മെൻറ്റ്സാണ് വർക്ക് ചെയ്യുന്നത്, ആരൊക്കെയാണ് അതിൻ്റെ ഹെഡ്സ്, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അതേപോലെ തന്നെ നമ്മൾ ആർക്കാണ് ആൻസറബിൾ ആകേണ്ടത്, ദ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ എംപ്ലോയി, അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ. ഓക്കെ, പിന്നെ അതേപോലെ ഹിസ്റ്ററി ഓഫ് ദി എംപ്ലോയി, കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് നമുക്കറിയണം, കമ്പനിയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ലൊക്കേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഴ്സണൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്, എംപ്ലോയീസ് ആക്ടിവിറ്റീസ്, rules and regulations that has been followed in the organization, standing orders, grievances procedure and the safety measures provided by the organization. അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ചെങ്കിലും ഒരു എംപ്ലോയി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്കറിയാം, ഈ സേഫ്റ്റി മെഷേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പലർക്കും എന്താ പറയുക, സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജുകളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെയിൽസ്മാൻ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ പർട്ടിക്കുലർ ബിൽഡിങ്ങിലെ അവൈലബിൾ ആയിട്ടുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് ഉണ്ടായിരിക്കും.
അപ്പോൾ പെട്ടെന്ന് ഫയർ ഉണ്ടാവുന്ന സമയത്ത് വി ടു ഓൾസോ ഡോണ്ട് നോ ഹൗ ടു യൂസ് ദിസ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ളത്. സോ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമുക്കറിയണം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സേഫ്റ്റി മെഷേഴ്സ് എങ്ങനെ യൂസ് ചെയ്യണം, ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കായാലും സ്കൂൾസ് ആൻഡ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ സ്കൂളുകളിൽ പോലും നമുക്ക് ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നിർബന്ധമാണ്. ഓക്കെ, അപ്പോൾ അവരിതൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ചില സമയത്ത് ഇത് യൂസ് ചെയ്യാൻ അറിയാവുന്ന 1-2 ആൾക്കാരേ ഉള്ളൂ. അവർ പുറത്ത് പോയ സമയത്താണ് ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നതെങ്കിൽ അവിടെയുള്ള എല്ലാവരും എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ അത് യൂസ് ചെയ്യാം? ഓക്കെ, അപ്പോൾ ഒരു സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ആൾക്കാരെ വിളിച്ചിട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് നമ്മളിത് എങ്ങനെ യൂസ് ചെയ്യും. പലയിടത്തും ലിഫ്റ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഇഫ് ദർ ഈസ് ഫയർ പ്ലീസ് ഡോണ്ട് യൂസ് ലിഫ്റ്റ് സർവീസ്, ഗോ അല്ലെങ്കിൽ യൂസ് സ്റ്റെയർസ് എന്നുള്ളത്, സ്റ്റെയർ കേസസ് എന്നുള്ളതാണ് പറയാറ് എപ്പോഴും. ഓക്കെ, അപ്പോൾ അതേപോലെ ഓരോ അപകടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു അപകടം വരുമ്പോഴാണ് നമ്മൾ അറിയണത്. എനിക്ക് പറയാനുള്ളത്, അപകടം വന്നിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത് വി ഷുഡ് നോ ബിഫോർ ഇറ്റ്. അപ്പോൾ നമുക്ക് ഈ വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി എങ്ങനെ നമുക്ക് ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഈ ഒരു സേഫ്റ്റി മെഷേഴ്സിനെ യൂസ് ചെയ്യുന്ന ഡിവൈസസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? അമ്മമാരെ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നത് ആരായിട്ടാണ്? നമ്മുടെ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റൗവും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിട്ട് അമ്മമാർ ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആവുക. സോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഗ്യാസ് സിലിണ്ടറിന് എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് മണത്തറിയാനും ആ സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാനും, അതേപോലെ തന്നെ ലൈറ്റും ഫാനുകളൊന്നും ഇടാതെ ഫുള്ളും വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ആൾക്കാരെ അറിയിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നനഞ്ഞ ഒരു ചാക്ക് നമ്മൾ അതിൻ്റെ മുകളിൽ നനച്ചിടാണെന്നുണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് ഫയർ അവിടെ നിന്ന് സ്പ്രെഡ് ആവില്ല. ഓക്കെ, ഇതൊക്കെ നമ്മളെങ്ങനെ അറിയണത്? ഇങ്ങനെയാണ്. ഇതൊക്കെ ഒരു കോമൺ സെൻസ് മാത്രമല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്കിട്ടെങ്കിലും നമ്മൾ എന്താ പറയുക, ഈ ഫയർ എൻജിൻ സർവീസിൽ വർക്ക് ചെയ്യുന്ന ഫയർ സർവീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്ന കുറേ വീഡിയോസ് ഉണ്ട്. സോ ഹൗ ടു ഹാൻഡിൽ സച്ച് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോസാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു ഓർഗനൈസേഷൻ ചേരുമ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ലൊക്കേഷനിലായിരിക്കും. സോ അവിടേക്ക് എങ്ങനെയാണ് പോകുക, അവിടെ നിന്ന് എങ്ങനെയാണ് വരിക എന്നിങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സെക്കൻഡ് തിങ് ഈസ്, നമ്മളൊരു കമ്പനിയിൽ, നമ്മൾ പ്രിവിലേജ്ഡ് കമ്പനിയിൽ നമ്മൾ ജോയിൻ ചെയ്തു, അറ്റ്ലീസ്റ്റ് വി ഷുഡ് നോ വാട്ട് ആർ ഓൾ ദി പ്രോഡക്ട്സ് ദേ മാനുഫാക്ചർ. ചിലപ്പോൾ വി വിൽ ബി എംപ്ലോയ്ഡ് ഇൻ എ പർട്ടിക്കുലർ department, but if the person we എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഞാനല്ല, ഇറ്റ് ഈസ് നമ്മൾ പുതിയ എംപ്ലോയീനെയാണ്, ന്യൂ എംപ്ലോയീനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദ ന്യൂ എംപ്ലോയി ഷുഡ് നോ അറ്റ്ലീസ്റ്റ് വാട്ട് ആർ ഓൾ ദി കമ്പനി മാനുഫാക്ചേഴ്സ് എന്നുള്ളത്. നമ്മുടെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. ഇപ്പോൾ നമ്മളൊരു കോളേജിൽ പഠിക്കുകയാണ്, നമ്മൾ സ്കൂളിൽ പഠിക്കുകയാണ്, അവിടെ 10th വരെയ്ക്കാണോ +2 വരെയ്ക്കാണോ എന്നുള്ളത് ആ കുട്ടിക്ക് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്തിനാണ് പഠിക്കണേ? അല്ല, അവൻ്റെ സ്കൂളിനെ കുറിച്ചിട്ട്, അവൻ്റെ സ്കൂളിൻ്റെ ചരിത്രത്തിനെ കുറിച്ചിട്ട്, അവൻ്റെ കോളേജിൻ്റെ ചരിത്രത്തിനെ കുറിച്ചിട്ട്, അവൻ്റെ കോളേജിലുള്ള അവൈലബിൾ ഓഫ് കോഴ്സസിനെ കുറിച്ചിട്ട് ഇതൊക്കെ അവൻ അറിഞ്ഞിരിക്കണ്ടേ. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ വെൻ യു ആർ ന്യൂ ടു ദി ഓർഗനൈസേഷൻ, ദ എംപ്ലോയി ഷുഡ് നോ ഓൾ ദോസ് തിങ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ആർക്കുള്ളതാണ്? ഫോർ ദ ന്യൂ എൻട്രൻസ്, ദാറ്റ് ഈസ് ന്യൂ ടു ദി ഓർഗനൈസേഷൻ, ന്യൂ എംപ്ലോയീസിനുള്ളതാണ് ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് വിൽ സി വാട്ട് ഈസ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ജോബ് ട്രെയിനിങ് ആണ്. ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? ദാറ്റ് ഈസ് ദ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനായിരിക്കാം, ടു ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽസ് ഓഫ് ദി എംപ്ലോയി. സോ എക്സിസ്റ്റിംഗ്
എംപ്ലോയീസിനാണ്. അപ്പോൾ അവർക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്? അവർ ഓൾറെഡി ഉള്ള അവരുടെ സ്കിൽസ് ആൻഡ് നോളജ് ഒന്ന് ഇൻക്രീസ് ചെയ്യിക്കാൻ. സോ ദേ ഹാവ് ഓൾ ദോസ് തിങ്സ്, ബട്ട് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓർ ടു അപ്ഡേറ്റ് ദം നമ്മൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ജോബ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിൽ സീ അബൌട്ട് ദ തേർഡ് വൺ, ദാറ്റ് ഈസ് ക്രാഫ്റ്റ് ട്രെയിനിങ്. ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ടു പെർഫോം സ്പെഷ്യലൈസ്ഡ് ക്രാഫ്റ്റ്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് അതിന് ചില കഴിവ് വേണ്ടി വരും. സോ അതിനെ നമുക്ക് ചിലപ്പോൾ ഈ അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന് പറയും. നമ്മൾ ജോബിൽ ഉള്ളപ്പോൾ തന്നെ നമുക്ക് കൊടുക്കുന്ന ഇനീഷ്യലി നമുക്ക് തരുന്ന ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ അപ്രൻറ്റീസായിട്ട് നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ സാലറി ഒന്നും ഉണ്ടായിരിക്കില്ല. certain amount will be paid to us. ഓക്കെ, ഒരു ചെറിയ ഒരു ചായ കാശ് എന്ന് പറയുന്ന പോലെ ചെറിയൊരു എമൗണ്ടേ നമുക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൊസിഷനിലേക്ക് കയറാനായിട്ട് സാധിക്കും. സോ ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൻ for the employee to perform any specialized skill. And we'll see the fourth one is about safety training. Safety training എന്ന് പറയുമ്പോൾ how to handle the safety devices provided in the organization. ഒരു ഓർഗനൈസേഷനിലെ സേഫ്റ്റി ഡിവൈസസ് ആയിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയി ഷുഡ് നോ ഹൗ ടു യൂസ് ഇറ്റ്. നേരത്തെ ഞാൻ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇത് അറിയാവുന്ന 1-2 ആൾക്കാരെ ഓർഗനൈസേഷനിലുള്ളൂന്നുണ്ടെങ്കിൽ അവരില്ലാത്ത സമയത്താണ് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ ദ അതേഴ്സ് വിൽ ബി ഹെൽപ്ലെസ്. സോ ദി ഓർഗനൈസേഷൻ ഷുഡ് നോട്ട് ക്രിയേറ്റ് സച്ച് എ സിറ്റുവേഷൻ. എവ്രി വൺ ഷുഡ് നോ ഹൗ ടു ഹാൻഡിൽ ദ സേഫ്റ്റി ഡിവൈസസ് which are provided in the organization ultimately for the safety of the employees. Okay, and next one ennu parayunnathu promotional training aanu. In promotional training what we are doing is the organization is selecting potential employees. Potential employees are selected and trained before promotion. That is, when a person is working in the organization, he is continuously watched. He is continuously observed by the superiors of that employee. And the superiors, time to time, they will produce the reports to their superiors, to the top management. So according to the reports given by the superiors, one person is selected, one employee is selected for the promotion. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഏകദേശം സുപ്പീരിയേഴ്സ് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായം, നല്ല റിപ്പോർട്ട്സ് ടോപ്പ് മാനേജ്മെൻറ്റിന് കൊടുക്കുമ്പോൾ ദേ വിൽ ഹാവ് എ വെരി ഗുഡ് ഒപ്പീനിയൻ അബൌട്ട് ദി എംപ്ലോയി. അപ്പോൾ അവർക്ക് തോന്നും ഇന്നൊരു പോസ്റ്റിലേക്ക് ദിസ് പേഴ്സൺ വിൽ ബി ദ റൈറ്റ് പേഴ്സൺ എന്ന് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, സോ ഹി ഓർ ഷീ ഈസ് ദ ആപ്റ്റ് പേഴ്സൺ ഫോർ ദാറ്റ് പോസ്റ്റ് എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ദാറ്റ് എംപ്ലോയി ഈസ് ദ പൊട്ടൻഷ്യൽ എംപ്ലോയി. അപ്പോൾ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിനെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എ പേഴ്സൺ ഹു പെർഫോംസ് വെൽ and who behaves well in the organization is appreciated for the training. So as the part of promotion, that person will become the potential employee എന്നുള്ളതാണ്. For potential employee for promotion. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നൊരു പേഴ്സണാണ്, അതേപോലെ തന്നെ നല്ല ബിഹേവിയർ, നല്ല ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്ന പോസ്റ്റിന് ഇയാൾ ആപ്റ്റാണ്, കാരണം ഇയാൾ നല്ല കഴിവുള്ള പേഴ്സണാണ് എന്ന് നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്ന് പറയുന്നത്. സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഇങ്ങനെ പൊട്ടൻഷ്യൽ എംപ്ലോയീസിനെ നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് അവർക്ക് നമ്മളൊരു ട്രെയിനിങ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. സോ ആ പ്രൊമോഷൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ പ്രൊമോഷൻ എക്സാംസ് നേരിടാനോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും റെസ്പോൺസിബിലിറ്റി, ഹയർ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. അത് ഏറ്റെടുക്കാനുള്ളതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ആ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ പ്രൊമോഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഹയർ പോസ്റ്റിലേക്ക്
നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്റ്റ് ചെയ്യുന്ന ചില എംപ്ലോയീസ് ഉണ്ടായിരിക്കും, അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. ഓക്കെ, ആൻഡ് ദ 6th one is known as refresher training. റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും, ടു ഗെറ്റ് റിഫ്രഷ്ഡ്. റിഫ്രഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൊണോട്ടോണിയസ് ആയിട്ടുള്ളൊരു ജോബാണ്. സോ വി ആർ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഇൻ ദി ഓർഗനൈസേഷൻ ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, സോ അതേപോലെ തന്നെ 2 years 3 years ഒക്കെ കഴിഞ്ഞു, നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം ഒന്നും ഇല്ല. സോ ദ ലൈഫ് വിൽ പുൾ ഓൺ ലൈക്ക് ദിസ്. അത്രേ അവിടെ വരുന്നുള്ളൂ. അതല്ലാതെ നമുക്കൊരു എന്തെങ്കിലും ഒന്ന് ഈ ഒരു കമ്മിങ് 6 months നമുക്ക് ചെയ്യണം, കമ്മിങ് ഇയറിൽ നമുക്കിതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നിങ്ങനെ നമ്മുടെ മനസ്സിൽ കാര്യങ്ങളൊക്കെ തോന്നിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ മൈൻഡ് ഷുഡ് ഗെറ്റ് റിഫ്രഷ്ഡ്. ഓക്കെ, നമ്മളിപ്പോൾ സപ്പോസ് ടേക്ക് ആൻ എക്സാമ്പിൾ ദാറ്റ് വി ആർ ഹാവിങ് എ വെരി ലോങ് ഡ്രൈവ്. ചിന്തിക്കുക, കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്തു വന്നു. ആഫ്റ്റർ 2 or 3 hours we sometime stop our vehicle to get refreshed. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി നിർത്താൻ പറ്റിയൊരു സ്ഥലം നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി അവിടെ നിർത്തി, നമ്മളെല്ലാവരും ഒന്ന് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എല്ലാവരും ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് നിർത്തി, അതേപോലെ തന്നെ കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു ചായയൊക്കെ കുടിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി ഭയങ്കര റിഫ്രഷായത് ഒരു ഫീലിംഗ് നമുക്കുണ്ടായിരിക്കും. കാരണം കുറച്ച് നേരം നേച്ചറിൻ്റെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറുമെന്നുള്ളതാണ്. പ്രകൃതിയോട് എപ്പോഴും ഇടയ്ക്കിട്ട് നിങ്ങളുടെ മൈൻഡൊക്കെ എപ്പോഴെങ്കിലും ഹെവി ആണെന്നുള്ളത് നിങ്ങൾ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം നിങ്ങൾക്കൊരു സമാധാനവും സ്വസ്ഥതയും കിട്ടുന്ന വല്ല മരത്തിൻ്റെ അടിയിലോ അല്ലെങ്കിൽ കുറേ മരങ്ങളുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ കിളികളുള്ള സ്ഥലത്തൊക്കെ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആവും. അതോടുകൂടിയിട്ട് നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ഒരു റിഫ്രഷിങ് നടക്കും, നമുക്ക് നല്ല ചിന്തകൾ വരാനായിട്ട് തുടങ്ങും. സോ റിഫ്രഷിങ് എന്ന് പറയുന്നത് തന്നെ ടു മേക്ക് അവർ സെൽഫ് ഫ്രഷ് എഗെയിൻ, ഒന്നും കൂടി എനർജി ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഹിയർ റിഫ്രഷിങ് എന്ന് പറയുന്നത് ടു അപ്ഡേറ്റ് സ്കിൽസ് ആൻഡ് റിഫ്രഷ് നോളജ്. വി ആർ എലിജിബിൾ അല്ലേ? ഒരു എലിജിബിൾ അല്ലാത്തൊരു പേഴ്സണെ നമ്മളൊരു ഓർഗനൈസേഷനിൽ നമ്മൾ ഒരിക്കലും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യില്ല. സോ വി ഡു അപ്പോയിൻറ്റ് പേഴ്സൺ ഹു ആർ ഹാവിങ് ദി എലിജിബിലിറ്റി, ബട്ട് ദോസ് എലിജിബിലിറ്റി ഷുഡ് ബി റിഫ്രഷ്ഡ് ഫ്രം ടൈം ടു ടൈം. കാരണം പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇറ്റ് ഷുഡ് ബി മെയ്ഡ് നോൺ, ന്യൂ മെത്തേഡ്സ് ഷുഡ് ബി മെയ്ഡ് നോൺ. അപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു പുത്തൻ എനർജി കിട്ടാനായിട്ട് നമ്മളെപ്പോഴും റിഫ്രഷ് ചെയ്യുന്നത് നല്ലതാണ്. സോ അത്തരത്തിൽ റിഫ്രഷിങ് ആവശ്യമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ ആ ആൾക്കാരനെ സെലക്ട് ചെയ്തിട്ട് അവരൊരു ട്രെയിനിങ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യും, റിഫ്രഷിങ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, റെമഡിയൽ ട്രെയിനിങ്. റെമഡിയൽ മെഷർ നമ്മൾ ഈ ടേം സ്കൂൾ മുതൽ കേൾക്കുന്നതാണ് അല്ലേ? റൈറ്റ് ഫ്രം സ്കൂളിംഗ് we would use this term remedial study, remedial measures. What is the remedy for that അല്ലേ? അപ്പോൾ റെമഡി വേണം എന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ എന്താണ്? when there is a problem there must be a solution, there must be a remedy for that. ചില ആൾക്കാരുണ്ട്, അവർ ചെയ്യുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. വാട്ട് ദേ തിങ്ക്, വാട്ട് ദേ ഡു ഇസ് റൈറ്റ് അക്കോർഡിംഗ് ടു ദാറ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. ദ വേ ഓഫ് തിങ്കിങ്, the way of your attitude, the behavior is not so good. നിങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല.
നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ ബിഹേവിയറും നമ്മുടെ ആറ്റിറ്റ്യൂഡിലും ചേഞ്ചസ് വേണം. അത് ആ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നിൻ്റെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല അല്ലെങ്കിൽ നിൻ്റെ ബിഹേവിയർ ശരിയല്ല എന്ന് പറയുമ്പോൾ we don't know how that person react to that person who is saying the truth. നമ്മൾ പറയുന്നത് സത്യമായിരിക്കാം, പക്ഷേ അത് പറയേണ്ട രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കേണ്ട രീതിയിൽ കേൾക്കുന്ന ആൾ എടുക്കുമെന്നുള്ളതാണ്, ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. സോ റെമഡിയൽ മെഷർ എന്ന് പറയുന്നത് ആർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് കമ്മിങ് ഇൻ ദ ബിഹേവിയർ, അതേപോലെ പെർഫോമൻസിൽ ഇങ്ങനെ ചെയ്താലാണ് ഇത് ശരിയാവുള്ളൂ എന്നല്ല, ചില കാര്യങ്ങൾ നമ്മൾ പെർഫോമൻസിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റി ചിന്തിക്കുമ്പോൾ, മാറ്റം വരുത്തുമ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും വാട്ട് ഈസ് ദ ആക്ച്വൽ റീസൺ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ബിഹേവിയർ. സോ അത് മനസ്സിലായി കഴിഞ്ഞാൽ അതിനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മെയ്ഡ് ക്ലിയർ എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിനിങ് ടൈപ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. ജസ്റ്റ് ഐ വിൽ സേ ഇറ്റ് വൺസ് അഗെയിൻ, ദ ഓറിയൻറ്റേഷൻ ട്രെയിനിങ്. ഓറിയൻറ്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് ഫോർ ദ ന്യൂ എൻട്രൻസ് ഇൻ ദി എംപ്ലോയി. അതേപോലെ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് എംപ്ലോയി തന്നെയാണ്, പക്ഷെ അവരുടെ സ്കിൽസ് ആൻഡ് നോളജ് ഒന്നും കൂടി ഇൻക്രീസ് ചെയ്യാനായിട്ടാണ്. ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ക്രാഫ്റ്റ് ട്രെയിനിങ്, സ്പെഷ്യലൈസ്ഡ് വർക്ക് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് പെർഫോമൻസ്, സ്പെഷ്യലൈസ്ഡ് ജോബ് ചെയ്യാനായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ് ആണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സേഫ്റ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് സേഫ്റ്റി ഡിവൈസസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് സേഫ്റ്റി ട്രെയിനിങ്. പ്രൊമോഷണൽ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ചില പേഴ്സൺസ് ആർ കേപ്പബിൾ ഫോർ promotion, so those people are selected and they are given the right training and they make equipped for the promotion എന്നുള്ളതാണ്. And refresher training എന്ന് പറയുമ്പോൾ to update skills and refresh knowledge. And last one is remedial training to overcome the shortcoming in the behavior and performance of the employees. Okay, so next we are moving on to the methods of training. So this is a very important essay question. In the training and development methods, we are going to see about almost 10 methods. Okay, അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നത് എന്നുള്ളത് ഈ ചാപ്റ്ററിൻ്റെ തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എംഫസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ടു ഡെവലപ്പ് ദ പർട്ടിക്കുലർ എംപ്ലോയി, ടു ഡെവലപ്പ് ദ പർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ളതാണ് അല്ലേ. അതാണ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന 3 ഘട്ടത്തിലൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. സോ എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി നമ്മൾ ജോലിയിൽ കയറുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളതായിരിക്കും. സോ ജോലി ലഭിച്ചതിന് ശേഷം നമുക്ക് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് ട്രെയിനിങ് വേണ്ടി വരും. ഈ ട്രെയിനിങ് നമ്മളെ ഫ്യൂച്ചറിലേക്ക് തന്നെ നമ്മളെ ഓവറോൾ ഡെവലപ്മെൻറ്റിനും സഹായിക്കുമെന്നുള്ളതാണ്. സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് സീൻ സോ ഫാർ. ഓക്കെ, സോ ഇൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മളിതിൽ കൺസിഡർ ചെയ്യേണ്ട ഫോളോയിങ് ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സോ വെൻ വി കണ്ടക്ട് ട്രെയിനിങ് വി ഹാവ് ടു കൺസിഡർ സം following facts. I will say what it is: skill required, qualification of candidates, cost of training, period of time available, depth of knowledge required, purpose of training, background of training, nature and size of the group to be trained, nature of the job and type of employees. ഇതാണ് ഒരു ഓർഗനൈസേഷൻ ആദ്യം മനസ്സിൽ കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തൊക്കെ സ്കിൽസാണ് ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതേപോലെ തന്നെ നമ്മുടെ മുൻപിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റ്സ്, ദാറ്റ് ഈസ് ട്രെയിനീസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്. ചിലർ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളാണ് ട്രെയിനിങ്ങിലൂടെ കൊടുക്കേണ്ടത്, അല്ലാണ്ട് ബേസിക്കായിട്ട് നമ്മൾ എല്ലാവർക്കും കൊടുക്കേണ്ട ട്രെയിനിങ് അല്ല. സോ വി ഷുഡ് നോ ദ ക്വാളിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്. അതിനനുസരിച്ച് വേണം അതിൻ്റെ മെത്തേഡുകൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഓവറോൾ കോസ്റ്റ് എത്ര വരും ട്രെയിനിങ്ങിന് എന്നുള്ളത്, അതേപോലെ തന്നെ പീരിയഡ് ഓഫ് ടൈം അവൈലബിൾ,
അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചത്തേക്കാണോ ട്രെയിനിങ്, ഒരു 2 മാസത്തേക്കാണോ ട്രെയിനിങ്, 3 മാസത്തേക്കാണോ, 6 മാസത്തേക്കാണോ എന്നുള്ളത് നമ്മുടെ അതിൻ്റെ ഏകദേശം കോസ്റ്റും അതിൻ്റെ പീരിയഡ് ഓഫ് ട്രെയിനിങ്ങും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ഈ ഒരു ട്രെയിനിങ് സെഷൻ കഴിയുന്നതോട് കൂടിയിട്ട് ഇയാൾക്ക് എന്തൊക്കെ നോളജാണ് കിട്ടുന്നത്, ഡെപ്ത് ഓഫ് നോളജ് റിക്വയർഡ്. അപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടൊരു നോളജ് ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ട്രെയിൻ ചെയ്തിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പോൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവർക്കും ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഡെപ്ത് ഓഫ് നോളജ് റിക്വയർഡ്, പർപ്പസ് ഓഫ് ട്രെയിനിങ്. സോ ദിസ് ഈസ് അവർ അൾട്ടിമേറ്റ് തിങ് അല്ലേ. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിന് നമുക്കൊരു ഉദ്ദേശമുണ്ട്. സോ ആ ഒരു പർപ്പസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. ആൻഡ് ദെൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ട്രെയിനിങ്, എന്തുകൊണ്ടാണ് നമുക്ക് ആ ട്രെയിനിങ് സിറ്റുവേഷൻ ഉണ്ടായത് എന്നുള്ളത്. ആൻഡ് ദെൻ നേച്ചർ ആൻഡ് സൈസ് ഓഫ് ദ ഗ്രൂപ്പ് ടു ബി ട്രെയിൻഡ്. സോ എത്രത്തോളം ആൾക്കാരുണ്ടായിരിക്കും ട്രെയിനിങ്ങിൽ എന്നുള്ളതാണ്. ആൻഡ് ദെൻ നേച്ചർ ഓഫ് ദ ജോബ് ആൻഡ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്. സോ നമ്മൾ ചെയ്യുന്ന ജോലി എന്താണ്, ആ നേച്ചർ ഓഫ് ദി ജോബും അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് എംപ്ലോയീസ് വി ആർ ഹാൻഡ്ലിങ് എന്നുള്ളത് ഫോർ ട്രെയിനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനനുസരിച്ച് നമ്മൾ ട്രെയിനിങ് മെത്തേഡുകൾ നമ്മൾ പറയും. പക്ഷേ നമുക്ക് 10 മെത്തേഡ്സാണ് ഉള്ളത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ 2 മെത്തേഡ് നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. നമുക്ക് 10 മെത്തേഡ്സ് ടോട്ടലി ഉണ്ട്. അതിൽ 2 മെത്തേഡ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാനായിട്ട് സാധിക്കുള്ളൂ. അതിനുള്ള സമയം തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ് ആണ് നമ്മൾ 3rd മെത്തേഡ് തൊട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൺലി 2 മെത്തേഡ്സ് വി ഡിസ്കസ് ഓവർ ഹിയർ. ദാറ്റ് ഈസ് ഓൺ ദ ജോബ് ട്രെയിനിങ്, ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. 2 ടൈപ്പ് ഓഫ് ട്രെയിനിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. So what do you mean by on the job training? So when a person is newly employed to the organization, so he has to be trained. ഇതാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു പാർട്ടിൽ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത് അല്ലേ, ഓറിയൻറ്റേഷൻ ട്രെയിനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. So when a person is newly joined to the job, he has to perform well, he has to work efficiently. So in order to increase his efficiency, നമ്മൾ കൊടുക്കുന്നത് ഇറ്റ് ഇസ് ജോബിലുള്ളപ്പോൾ തന്നെ ട്രെയിനിങ് കൊടുക്കുക, പുതിയ ജോബിൽ ചേരുമ്പോൾ തന്നെ. കാരണം മറ്റുള്ളവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് കുറച്ച് നേരം കണ്ടു പഠിക്കണം അല്ലേ. നമുക്ക് അവരുടെ കൂടെ കുറച്ച് നേരം ഒരു പുതിയ എംപ്ലോയിനെ ഇടാം. അപ്പോൾ ഇടുമ്പോൾ സോ ഹി വിൽ ഒബ്സർവ് വാട്ട് ആർ ഓൾ ദ തിങ്സ് ദേ ഡു എന്നുള്ളത്. അതിലൂടെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, എങ്ങനെയാണ് മറ്റുള്ളവർ പെരുമാറുന്നത്. ആ ഓരോ ഓർഗനൈസേഷനും അവരുടേതായ ഓർഗനൈസേഷൻ കൾച്ചർ ഉണ്ട്, ഓർഗനൈസേഷൻ ബിഹേവിയർ ഉണ്ട്. ഈച്ച് ആൻഡ് എവ്രി ഓർഗനൈസേഷൻ ഹാസ് ദാറ്റ്. എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. സോ നമ്മൾ കുറച്ച് നാൾ നമ്മൾ നിന്ന് അവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒക്കെ നമുക്കറിയാം എങ്ങനെയാണ് ഓരോ എംപ്ലോയിയും അവരവരുടെ സുപ്പീരിയറിൻ്റെ അടുത്ത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത്, അവരോടൊക്കെ എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്, എങ്ങനെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് കുറേ കണ്ടു പഠിക്കാനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് ഈസ് സൂട്ടബിൾ ഫോർ ടീച്ചിങ് സ്കിൽസ് ദാറ്റ് ക്യാൻ ബി ലേൺഡ് റിലേറ്റീവ്ലി ഇൻ എ ഷോർട്ട് ടൈം. അപ്പോൾ ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് നമുക്ക് കൊടുക്കുന്നത് വെരി ഷോർട്ട് ടൈമിൽ തന്നെ മറ്റുള്ളവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു പഠിക്കാനായിട്ട് എളുപ്പമുള്ള ഇതിലേക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓൺ ദ ജോബ് മെത്തേഡ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ വി എംഫസൈസ് ദ പോയിൻറ്റ് ലേണിംഗ് ബൈ ഡൂയിങ്. സോ വൈൽ വി ഡു അവർ ജോബ് we learn how to perform it in a very well manner. അപ്പം നോർമലി നമുക്ക് ചിലപ്പോൾ അറിയാം, പക്ഷേ ഒന്നും കൂടിയും അത് വളരെ ഭംഗിയായിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വർക്ക് എങ്ങനെ നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് പറ്റുമെന്നുള്ളത് വി ക്യാൻ ലേൺ ഇറ്റ് ബൈ ഡൂയിങ്. അതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഉദ്ദേശിക്കുന്ന കാര്യമെന്ന് പറയും. യു ആർ ഓൺ ദി ജോബ്, ദി കമ്പനി ഹാസ് ഹയർഡ് യു and when you are in the position you can learn it എന്നുള്ളതാണ് നമുക്ക് അതിൽ തരുന്നൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഇത് നോർമലി ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ ന്യൂ വർക്കർ
and it is given by the immediate supervisor. ആ പർട്ടിക്കുലർ വർക്കറിൻ്റെ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആയിരിക്കും ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മളൊരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, പുതിയ ഒരാളായിട്ടാണ് നമ്മൾ ചേർന്നിരിക്കണേ എന്ന് വിചാരിക്കാം. സോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ യു ഓൾ നോ ദർ വിൽ ബി എ ഹെഡ് ഫോർ ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പല സെക്ഷൻസായിട്ട് ചിലപ്പോൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓരോ സെക്ഷനും ഓരോ സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. സോ നമ്മൾ ദറ്റ് ഈസ് ആ പർട്ടിക്കുലർ എംപ്ലോയി ഏത് സൂപ്പർവൈസറിൻ്റെ കീഴിലാണോ ആ സൂപ്പർവൈസർ ആയിരിക്കും ആ പറയുന്ന എംപ്ലോയിക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതും എങ്ങനെയാണ് അയാൾ ജോബ് പെർഫോം ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്യേണ്ടതും ആ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറാണ്. സോ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് ആ പർട്ടിക്കുലർ എംപ്ലോയിക്ക് നിൽക്കുന്നത് ആരാണ്? ദ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന ആളാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഗിവൻ ത്രൂ ദീസ് 4 മെത്തേഡ്സ്. ഒന്നെങ്കിൽ കോച്ചിങ്ങിലൂടെ, അല്ലെങ്കിൽ അണ്ടർ സ്റ്റഡി, അല്ലെങ്കിൽ ജോബ് റൊട്ടേഷൻ ആൻഡ് മെൻറ്ററിങ്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു 4 രീതി അയാൾ സെലക്ട് ചെയ്യാമെന്നുള്ളതാണ്. സോ ദ ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻറ്റ് വൺസ് ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. എന്തൊക്കെയാണ് കോച്ചിങ്, അണ്ടർ സ്റ്റഡിയിൽ പറയുന്നത്, ജോബ് റൊട്ടേഷൻ ആൻഡ് മെൻറ്ററിങ്ങിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കോച്ചിങ് എന്ന് പറയുമ്പോൾ the supervisor coaches his subordinate to acquire knowledge and skills. The instructions are given by the supervisor. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ വേരിയസ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. ആ സെക്ഷൻ സൂപ്പർവൈസർ ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ he coaches the superior coaches his subordinate to perform some particular job എന്നുള്ളതാണ്. സോ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ്, ഏതൊക്കെയാണ് ആദ്യം ചെയ്ത് തീർക്കേണ്ട ജോബ്, ഏതൊക്കെയാണ് പിന്നീട് ചെയ്ത് തീർക്കേണ്ട ജോബ്, അപ്പോൾ ഇതിനൊക്കെ എത്ര സമയം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കോച്ച് ചെയ്യേണ്ടത് ദ ഇമ്മീഡിയറ്റ് സൂപ്പർവൈസറാണ്. ഓക്കെ, ദ സബോർഡിനേറ്റ് ലേൺസ് ദ വർക്ക് ബൈ ഡൂയിങ്. അപ്പോൾ ഈ സുപ്പീരിയർ പറയുന്നതനുസരിച്ച് സബോർഡിനേറ്റ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അയാൾ ആ ചെയ്യുന്ന രീതിയിലൂടെ അയാൾ പഠിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എത്രയോ പേര് പോസ്റ്റലായിട്ട് സ്വിമ്മിങ് പഠിക്കുന്ന ആൾക്കാരുണ്ട്, പോസ്റ്റലായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരുണ്ട്. കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ ആൾക്കാരനൊക്കെ? കണ്ടിട്ടുണ്ടോ? പോസ്റ്റലായിട്ടൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ when we are put into that particular situation, the question is, are we enabled to do that? Are we enabled to perform that? സോ ഡ്രൈവിംഗ് പഠിക്കുന്ന രംഗങ്ങളൊക്കെ വളരെ തമാശയായിട്ട് പോലും നമ്മൾ പലപ്പോഴും നമ്മൾ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നൊരു കാര്യം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഒരു കാറാണ് ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ ഓരോ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ടായിരിക്കും. അതനുസരിച്ച് നമ്മൾ വീട്ടിലിരുന്ന് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വണ്ടി ഓടിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? സോ ഇനീഷ്യലി പഠിക്കാൻ ആഗ്രഹമുള്ള വ്യക്തികളിൽ അവിടെ പോയിട്ട് ജോയിൻ ചെയ്യുകയും അതേപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ദാറ്റ് ഈസ് ഡ്രൈവർ സീറ്റിന് താഴെ തന്നിട്ടുള്ള ബ്രേക്ക്, ക്ലച്ച് ബ്രേക്ക് ആൻഡ് ആക്സിലേറ്റർ എന്ന് പറയുന്ന അതേപോലെ തന്നെ ഇവിടെയും ബ്രേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ക്ലച്ചും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ മാസ്റ്റർ ഹൂ ഈസ് ഗിവിങ് ദ പ്രോപ്പർ ട്രെയിനിങ് ടു ദി കാൻഡിഡേറ്റ്. ഓക്കെ, അവരവിടെ അപ്പുറത്ത് ദാറ്റ് ഈസ് ഈ പറയുന്ന വ്യക്തി ആദ്യമായിട്ട് ചേരുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഒരു വണ്ടിയുടെ ഉള്ളിലേക്ക് കയറി ഇരിക്കുമ്പോൾ അയാൾക്ക് ആക്സിലേറ്റർ ഇത്ര കൊടുക്കണം, മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഇങ്ങനെ റിലീസ് ചെയ്യണം, ബ്രേക്ക് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കണം. ചില ആൾക്കാർ ക്ലച്ചിൽ നിന്ന് കാലെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. സോ ദാറ്റ് തിങ്സ് ആർ ടു ബി ലേൺഡ് ത്രൂ പ്രാക്ടീസ്.
അപ്പോൾ ഇതൊക്കെ ഏത് കാലാണ്, എങ്ങനെയാണ്, ഇതൊക്കെ വരണം എന്നുണ്ടെങ്കിൽ ഏതിലൂടെ വരണം? നമ്മൾ വണ്ടിയിൽ കയറിയിരുന്ന് അത് റോട്ടിലേക്ക് ഇറക്കിയാൽ മാത്രമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് പാളിപ്പോവും. അപ്പം നമ്മുടെ കാര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകളോ കൂടുതലോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനാണ് ട്രെയിനറിൻ്റെ സൈഡിലും അതല്ലാന്നുണ്ടെങ്കിൽ മാസ്റ്ററിൻ്റെ സൈഡിലും ഈ പറയുന്നത് സെയിം 3 things are given. സോ ഇങ്ങനത്തെ വെഹിക്കിൾസൊക്കെ ഏതിനുള്ളതാണ്? മെയിനായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നമ്മൾ കൊടുക്കുന്ന വെഹിക്കിൾസാണ്. ഓക്കെ. അപ്പോൾ അതേപോലെ നമ്മൾ ഓരോ ജോബിൽ കയറുമ്പോഴും നമുക്ക് കയറി വഴിക്കുന്നത് ഇന്ന രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ ഉണ്ടാവില്ല. നമുക്ക് ടാസ്കുകൾ തരും, നമ്മൾ ചെറുതായിട്ട് ഓരോന്നൊക്കെ അച്ചീവ് ചെയ്യുക, അതിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ രീതി മെത്തേഡുകളൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. സോ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് ത്രൂ കോച്ചിങ് എന്നുള്ളതാണ്. സോ പ്രൊവൈഡ്സ് യൂസ്ഫുൾ അഡ്വൈസ് ഇൻസ്റ്റെഡ് ഓഫ് ക്രിറ്റിസിസം. നീ ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യല്ല, നമ്മൾ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. ഇതിങ്ങനെ ചെയ്താൽ ഈ രീതിയിലാണ് അവസാനിക്കുക. സോ നമുക്ക് സാരില്ല, തുടക്കമല്ലേ, നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം, നമുക്ക് ചെയ്ത് മനസ്സിലാക്കാം, ഞാൻ പറഞ്ഞു തരാം എന്നുള്ള ഒരു വാക്കുകളാണ് എംപ്ലോയി എപ്പോഴും സൂപ്പർവൈസറിൻ്റെ കയ്യിൽ നിന്ന്, ഒരു സബോർഡിനേറ്റ് സൂപ്പർവൈസറിൻ്റെ കയ്യിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ. ഇനീഷ്യലി 10 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ പറയുന്നു വിചാരിക്കരുത് കേട്ടോ. സോ ആഫ്റ്റർ ദി ട്രെയിനിങ് പീരിയഡ് കൃത്യമായിട്ടുള്ള സ്കോൾഡിങ്സ് നമുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കിട്ടുമെന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഇസ് മോട്ടിവേറ്റ്സ് വിത്ത് ഫീഡ്ബാക്ക് ദാറ്റ് ഹെൽപ്സ് മാനേജർ ടു ഇംപ്രൂവ്. സോ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള സബോർഡിനേറ്റിനെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആ സൂപ്പർവൈസറിനും ആരുടെ കയ്യിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടും? ആളുടെ മാനേജറിൻ്റെ കയ്യിൽ നിന്ന് അപ്രിസിയേഷൻ കിട്ടും. സോ യു ആർ പുഷിങ് യുവർ സബോർഡിനേറ്റ് വെരി വെൽ എന്നുള്ളതൊക്കെ നമുക്കും കേൾക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ടു ഗീവ് ഹിം പ്രോപ്പർ ട്രെയിനിങ് എന്നുള്ള ഒരു ഡോസ് എന്നുള്ള രീതിയിലും നമ്മൾ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. സോ സീ ദ ടോൺ ബിറ്റ്വീൻ ദി എംപ്ലോയർ ഓർ ബിറ്റ്വീൻ ദി സൂപ്പർവൈസർ ആൻഡ് ദി മാനേജർ. സോ ഓൾവേസ് ഈ ടോണിലൊരു മാറ്റം ഉണ്ടാകാതിരിക്കാനാണ് സബോർഡിനേറ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. അതേപോലെ തന്നെ ഷോസ് ന്യൂ മാനേജേഴ്സ് എ പോസിറ്റീവ് സ്റ്റൈൽ ദേ ക്യാൻ അഡോപ്റ്റ് വിത്ത് ദെയർ ടീംസ്. എപ്പോഴും നമുക്ക് ചെയ്ത് തീർക്കാം, എന്നെക്കൊണ്ട് പറ്റും, എൻ്റെ കൂടെ ഈ ടീമിനെ അയക്കുക. നമ്മൾ അങ്ങനെ ഒരു നമുക്കറിയാം ഏത് ഓർഗനൈസേഷനിലും എനി സിംഗിൾ പേഴ്സണിന് മാത്രം പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോഴും ടീം വർക്കിലാണ് അവരെടുത്തിടുക. ഓക്കെ. അപ്പോൾ അങ്ങനെ ടീമായിട്ട് നിൽക്കുമ്പോഴായാലും നമുക്കത് ചെയ്ത് തീർക്കാനായിട്ട് പറ്റണം. സോ അതിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഇൻക്ലൂഡ് ന്യൂ മാനേജേഴ്സ് മസ്റ്റ് ഹാവ് ട്രെയിനേഴ്സ് ഹൂ പ്രൊവൈഡ് പോസിറ്റീവ് ബട്ട് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ്. പോസിറ്റീവ് തോട്ടുകൾ മാത്രം തന്നുകൊണ്ട് കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പോസ്റ്റലായിട്ട് ഡ്രൈവിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര എന്താ പറയുക, നമുക്ക് കോൺഫിഡൻസ് തരുന്ന പോസിറ്റീവ് തോട്ടുകളൊക്കെ തരുന്ന രീതിയിൽ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് കാലാണ് ആക്സിലേറ്ററിന് യൂസ് ചെയ്യേണ്ടത്, ഏത് കാലാണ് ക്ലച്ചിന് യൂസ് ചെയ്യേണ്ടത്, ഏത് കാലാണ് ബ്രേക്കിന് യൂസ് ചെയ്യേണ്ടത്, ഏത് കൈയാണ് ഗിയർ ഇടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, വൈപ്പറിൻ്റെ സൈഡ് ഏതാണ്, അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിൻ്റെ സൈഡ് ഏതാണ്, ഇതൊക്കെ ഒരാൾ തന്നെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും. ഇതിന് വേറെ 10 കൈ ഉണ്ടാവില്ലല്ലോ. അപ്പം നമ്മളത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടേക്കാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഒരു ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തിക്ക് വേറെ ഒരു ചിന്തകളും പാടില്ല. വെൻ ഹീ സിറ്റ് ഓൺ ദി ഡ്രൈവേഴ്സ് സീറ്റ്, നത്തിങ് ഷുഡ് കം ടു ഹിസ് മൈൻഡ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ പാളിച്ച വരുമെന്നുള്ളത് ഉറപ്പാണ്. സോ അയാളുടെ എവറി സെൻസ് ഓർഗൻസ് ആർ ഡിവോറ്റഡ് ടു ദ ജോബ് വാട്ട് ഹി പെർഫോംസ് എന്നുള്ളതാണ്. ഓക്കെ. സോ നമ്മൾ കാര്യങ്ങളൊക്കെ അവിടെ ഇരുന്ന് നല്ല ഭംഗിയായിട്ട് പറഞ്ഞിരുന്നുകൊണ്ടാവില്ല. ഇറ്റ് ഷുഡ് ബി പുട്ട് ഇൻ ടു പ്രാക്ടീസ് എന്നുള്ളതാണ്. ഓക്കെ. അതേപോലെ തന്നെ ബീങ് പോസിറ്റീവ് ഇസ് നോട്ട് എനഫ്. വാല്യുബിൾ കോച്ചിങ് റിക്വയർസ് എ thoughtful plan for continuous training. So when you give positive thoughts, when you give positive attitudes, when you give some time for practical thing, that should be given continuously so that he can get trained easily എന്നുള്ളതാണ്. Okay. And now we'll see what is happening under study എന്നുള്ളത് നോക്കാം. Under study എന്ന് പറയുന്ന method in which trainees are prepared to perform the work or fill the position of their superiors. അതായത്
സുപ്പീരിയർ തരുന്ന വർക്കുകൾ കൃത്യമായിട്ട് ചെയ്ത് തീർക്കാനാണ് ഈ ഒരു ദാറ്റ് ഇസ് ഹോം വർക്ക് പോലെ. ഇപ്പം നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും, പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ്. അവരൊരു പ്രോബ്ലം ചെയ്തും കാണിക്കുന്നുണ്ടായിരിക്കും. ആൻഡ് ദെൻ വൺ പ്രോബ്ലം ഇസ് ഗിവൻ ടു യു ആസ് എ ഹോം വർക്ക് ഫോർ യു ടു പെർഫോം, അല്ലേ? അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ നോക്കാതെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട്, ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിന് വേണ്ടി ഒരു പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നതാണ്. So in this technique, a trainee who is likely to assume the full duties and responsibilities of the position currently held by his or her superior is called as an understudy. Okay, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇനി ആ സുപ്പീരിയറിൻ്റെ പൊസിഷനിലേക്ക് എത്താനുള്ളവരായിരിക്കും. സോ ബിഫോർ ദാറ്റ് നമുക്ക് തരുന്ന ജോബുകളാണ് ഹൗ ഡു വി പെർഫോം എന്നുള്ളത്. സോ ആഫ്റ്റർ സം ഡേയ്സ് ദിസ് സൂപ്പർവൈസർ will be transferred or will be promoted to another position and you have to take up his position. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയത്ത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെക്കൊണ്ട് ഓരോ ജോബുകൾ നമുക്ക് തരുന്നു എന്ന് മാത്രം. ഓക്കെ, അതാണ് അണ്ടർ സ്റ്റഡിയിൽ വരുന്നത്. This gives the understudy an opportunity to try out his or her leadership skills. അപ്പം നമുക്കൊരു പൊസിഷൻ തന്നിട്ട് 1 വീക്ക് നോക്കട്ടെ, ഓക്കെ, 1 വീക്ക് നോക്കട്ടെ, നമ്മളാണ് അതിൻ്റെ ഉത്തരവാദി, നമ്മളാണ് ആ സമയത്ത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ ഹൗ responsibly we do perform the jobs that is observed in the organization by a supervisor. ഓക്കെ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് ക്യാൻ അസ്യൂം ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ജോബ് ഹെൽഡ് ബൈ ദി superior later. For example, a future manager might spend few months as assistant to the present manager. അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ പറയുന്ന വ്യക്തി എന്താ പറയുക, ഈ പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുടെ കീഴിൽ കുറച്ച് നാൾ നിൽക്കുകയാണ്. ദാറ്റ് എങ്ങനെയാണ് അയാൾ ചെയ്യുന്നത് എന്നുള്ളത് രീതിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും, അതേപോലെ തന്നെ അയാളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് മെഷർ ചെയ്യാനും ഒക്കെ ആയിട്ട് കൂടെ നിൽക്കുന്നൊരു കാര്യമാണ് അണ്ടർ സ്റ്റഡിയിൽ നമ്മൾ പറയുന്നത്. നമുക്ക് റെസ്പോൺസിബിലിറ്റി തരാണ് ആൻഡ് ദേ ആർ ഒബ്സർവിങ് ഹൗ ഡു വി പെർഫോം എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഹിയർ ദ തേർഡ് വൺ ഈസ് ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ. അപ്പോൾ ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പല പൊസിഷൻസാണ് തരുന്നത്. സോ പല പൊസിഷൻസ് തരുമ്പോൾ അവർ നമ്മളെ കൊണ്ട് എക്യുപ്ഡ് ആക്കുകയാണ്. സോ ഈ ഓരോ പൊസിഷനിലേക്ക് വരുമ്പോൾ ഓരോ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. സോ വാട്ട് ദേ ഹാവ് ടു ഡു വെൻ ദേ കം ടു പർട്ടിക്കുലർ പൊസിഷൻ എന്നുള്ളത് മനസ്സിലാക്കാനും കൂടിയാണ്. A trainee is transferred systematically from one job to another so he can get the experience of different jobs. Its major objective is to broaden the background of the trainee in various positions of job. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ് ജോബ് റൊട്ടേഷനിൽ? ഏത് ഇതിൽ കൊണ്ടുപോയിട്ടാലും അവിടെ പെർഫോം ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ വെൻ യു ഗോ ടു എ ടെക്സ്റ്റൈൽ ഷോപ്പ്, ഓക്കെ, ഷോപ്പിങ്ങിന് നമ്മൾ പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലോറിലും ഓരോ കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, അല്ലേ? ദിസ് ഹാസ് ബീൻ അറേഞ്ച് ടു ദി കൺവീനിയൻസ് ഓഫ് ദി പീപ്പിൾ. കസ്റ്റമേഴ്സിന് വരുമ്പോൾ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ അവർക്ക് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ അവിടെ നിൽക്കുന്ന സെയിൽസ് ഗേൾസ്, സെയിൽസ്മെൻ, സെയിൽസ് എക്സിക്യൂട്ടീവ്സ്, ഫ്ലോർ മാനേജേഴ്സ് എന്ന് പറയുന്ന പല പൊസിഷൻസ് അവിടെ വരുന്നുണ്ട്. സോ ഓരോ സെക്ഷൻ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരാം, പിന്നത്തെ ആഴ്ച വേറെ സെക്ഷനിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരാം. അത് എന്തിനാണെന്നുണ്ടെങ്കിൽ ഏത് സെക്ഷനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ആൾക്കാർ തീരെ കുറവാണ്, എന്തെങ്കിലും ഒരു എമർജൻസി വന്നു, കുറേ പേര് ആബ്സെൻ്റായി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ കൊറോണ കാര്യങ്ങളൊക്കെ. അപ്പോൾ പലർക്കും ഒരു ഫ്ലോറിൽ ഒരാൾക്ക് കൊറോണ വന്നു കഴിഞ്ഞാൽ ആ ഫ്ലോറിലുള്ള എല്ലാവരും ക്വാറൻറ്റൈനിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അവിടെ വന്ന് തൽക്കാലത്തേക്ക് വേറെ ഒരു ഫ്ലോറിൽ നിന്ന് ആൾക്കാരെ നമ്മൾ ഈ ഫ്ലോറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. സോ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് എന്താവും, കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും.
ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് പല ഫ്ലോറുകളിലേക്കും ഓരോ ആഴ്ചത്തേക്ക് വെച്ചിട്ട് അവരെ മാറ്റും. ചില സമയത്ത് ഇത്തിരി പഠിക്കാനും അല്ലെങ്കിൽ മനസ്സിലാക്കാനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയുന്ന ചെറുതായിട്ട് കമ്പ്യൂട്ടർ നോളജുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ ചിലപ്പോൾ ബില്ലിങ്ങിലിടും. വിശ്വാസമുള്ള ആൾക്കാരനെ അവർ ക്യാഷിലും ഇരുത്തും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ചേഞ്ചസ്, ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ, അപ്പോൾ ഓരോ ജോബ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലേക്കും നമ്മൾ മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടും മനസ്സിലാക്കാനായിട്ടും നമുക്ക് കിട്ടുന്ന കഴിവാണ്. ഓക്കെ, സോ അതിലൂടെ നമ്മൾ ദറ്റ് ഈസ് എംപ്ലോയീനെ എക്യുപ്ഡ് ആക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് ദെൻ mentoring എന്ന് പറയുമ്പോൾ is an on-the-job approach to training in which a trainee is given an opportunity to learn on a one-to-one basis from more experienced members of the organization. So one-to-one basis ആണ്. അപ്പോൾ ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും ഒരു എംപ്ലോയിക്ക്. ഓക്കെ, സോ ആ എംപ്ലോയിയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആ മെൻറ്ററാണ്. ആ എംപ്ലോയീനെ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ മെൻറ്ററാണ്. സോ അങ്ങനെയാണ് മെൻറ്ററിങ് സിസ്റ്റത്തിലൂടെ നമുക്ക് വരുന്നത്. ഓക്കെ, അതേപോലെ മെൻറ്റർ എന്ന് പറയുന്ന ആൾക്കാർ കുറച്ചുകൂടി ഓൾഡർ ആൾക്കാരായിരിക്കും. സോ ദേ ആർ വെൽ നോൺ അബൌട്ട് ദി ഓർഗനൈസേഷൻ ആൻഡ് ദേ ആർ എക്സ്പീരിയൻസ്ഡ് ഓൾസോ. സോ ദാറ്റ് എംപ്ലോയിക്ക് എന്തെങ്കിലും ചെറിയ രീതിയിൽ മാറ്റം വരുമ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അവരെ പ്രോപ്പർലി ട്രെയിൻ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. Okay, if mentors form overly strong bonds with trainees, then unnecessary favoritism might be the result. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് മെൻറ്റർ ആ പർട്ടിക്കുലർ എംപ്ലോയി ആയിട്ട് വല്ലാണ്ട് അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഒരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ, ഓക്കെ, ആ പർട്ടിക്കുലർ അയാളുടെ സബോർഡിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ മെൻറ്റി ആയിട്ട് അയാൾ കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ അയാൾ എപ്പോഴും എന്ത് പ്രശ്നമുണ്ടായാലും മെൻറ്റിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാലും അയാൾ കൂടുതൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒരു ഫേവറൈറ്റിസം അയാൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഈ മെൻറ്റിയുടെ അടുത്ത് അയാൾക്കുണ്ടായിരിക്കും. അത് ശരിക്കും പ്രതികൂലമായിട്ടായിരിക്കും ഇതിനെ ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യുന്നത്, നല്ല രീതിയിലായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ മെൻറ്റിയുടെ ആറ്റിറ്റ്യൂഡ്സ് മെൻറ്ററിനെ കള്ളത്തരങ്ങൾക്ക് കൂട്ട് നിൽക്കുന്ന ഒരു രീതി വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നങ്ങളുണ്ടാകും. സോ ഓർഗനൈസേഷനായാലും ജീവിതത്തിലായാലും ആരോടും വല്ലാതൊരു ഓവർ അറ്റാച്ച്മെൻറ്റ് ഒന്നിനോടും വേണ്ട. കാരണം എല്ലാം ഡിറ്റാച്ച് ചെയ്ത് നമ്മൾ പോകേണ്ടവരാണ്. So don't get over attached to anything. Always keep a certain limit for every relation with everyone എന്നുള്ളതാണ്. ഓക്കെ, സോ ഇനി അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൽ പരമാവധി എക്കണോമിക്കലാണ്. അയാൾ ജോബിലുള്ളപ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാനും അതേപോലെ തന്നെ അയാൾ പെർഫോം ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ അതപ്പോൾ തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ളതാണ്. പിന്നെ ലോങ് പീരീഡ് ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, എക്സ്ട്രാ കോസ്റ്റ് നമുക്ക് വരുന്നില്ല. സോ വൈൽ ഹീ ഈസ് ഓൺ ദി ജോബ് ഇറ്റ് സെൽഫ് വി ക്യാൻ എന്താ പറയുക മോൾഡ് ഹിം എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കതിൻ്റെ ഡിമെറിറ്റ്സ് ആയിട്ട് വരുന്നത് ദ എംപ്ലോയീസ് ഇസ് ട്രെയിൻഡ് അറ്റ് ദി വർക്ക് പ്ലേസ്. അപ്പോൾ വർക്ക് പ്ലേസിൽ തന്നെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില നോയ്സസ്, അതല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ നോട്ടം, ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കാം. നേരെ മറിച്ച് നമുക്ക് വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഡിസ്റ്റർബൻസസും ഇല്ലാതെ തന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ അത് ഇതിനൊരു ഡിമെറിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ആൻഡ് ദെൻ ഇറ്റ് ഈസ് ആൻ അൺഓർഗനൈസ്ഡ് ആൻഡ് ഹാപ്പസർഡ് മെത്തേഡ്. It does not serve the actual purpose if the trainer is not good. സോ ഇവിടെ അൾട്ടിമേറ്റ്ലി ഒരു പ്രശ്നം വരുന്നത് ട്രെയിനർ എന്ന് പറയുന്ന വ്യക്തി ഒരു നല്ല ട്രെയിനർ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ എഫേർട്ടും ഇസ് അണ്ടർ വേസ്റ്റ് എന്നുള്ളതാണ്. ആൻഡ് ദെൻ there is a chance of making damage
to the valuable machines and equipments. അതൊരു ഡിമെറിറ്റ് തന്നെയാണ്. ബിക്കോസ് ഓൺ ദ ജോബ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മെഷീനറീസും എക്യുപ്മെൻറ്റ്സും ഒക്കെ തന്നെയായിരിക്കും. കാരണം എല്ലാവരും ട്രെയിൻഡാണ്, എല്ലാവരും സ്കിൽഡാണ്. ബട്ട് സം പീപ്പിൾ മേ ബി സെമി സ്കിൽഡ് ഓർ ന്യൂ ടു ദി ജോബ് എന്നുള്ളതാണ്. സോ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ആ മെഷീനറീസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന പരിചയക്കുറവ് ചിലപ്പോൾ ഇറ്റ് മേ കോസ് ഡാമേജ് ടു ദി മെഷീനറീസ് ആൻഡ് എക്യുപ്മെൻറ്റ്. സോ നോർമലി 2-3 മെഷീനറീസൊക്കെ ഉണ്ടാവും. അതിൽ ഏറ്റവും എന്താ പറയുക, കംപ്ലയിൻസുള്ള മെഷീനറീസിലാണ് ഏറ്റവും കൂടുതൽ ഓൺ ദ ജോബ് ട്രെയിനീസിനെ ഇടുക. ഓക്കെ, ഏറ്റവും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള മെഷീനൊന്നും ആദ്യം തന്നെ പ്രൊവൈഡ് ചെയ്യില്ല. ഇനീഷ്യലി കംപ്ലയിൻറ്റുകൾ വരുന്ന മെഷീൻസാണ്. അപ്പോൾ ഇത് ഇന്ന കംപ്ലയിൻ്റ് ആണ്, അപ്പോൾ ഇത് ഇങ്ങനെ ശരിയാക്കിയാൽ മതി എന്നിങ്ങനെ ഇവർക്ക് പഠിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്ന മെഷീനറീസ് ഉണ്ടായിരിക്കും. അതിലേക്കാണ് ആദ്യം ഇരുത്തുക അല്ലേ. ആദ്യം തന്നെ ബെഞ്ചിലിരുത്ത് നമ്മൾ ആരെങ്കിലും ഡ്രൈവിംഗ് പഠിപ്പിക്കുമോ? ഇല്ല. നമുക്ക് അതിൻ്റേതായ വെഹിക്കിളുണ്ട്, അതിലിരുന്ന് പഠിക്കുക. പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങോട്ട് വായു, എന്നിട്ട് നമുക്ക് അതിനുള്ള ഓടിക്കാനുള്ള ചാൻസസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. സെക്കൻഡ് തിങ് ഈസ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് ഈസ് ക്വൈറ്റ് ബിഗ്. നമുക്കൊരു 12 പോയിൻറ്റുകളാണ് നമുക്കതിൽ വരുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ജോബ് ചെയ്യുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ നമ്മൾ മാറ്റുകയാണ്. സോ എ സെപ്പറേറ്റ് അറ്റ്മോസ്ഫിയർ ഇസ് ഗിവൻ ടു ദി ട്രെയിനീസ്. ഓക്കെ, ചിലപ്പോൾ ഒരു ക്ലാസ് റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടെ ബ്ലാക്ക് ബോർഡും ചോക്കും കുറച്ച് ബുക്സും. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ബോർഡ് ഉണ്ടായിരിക്കാം, ചോക്ക് ഉണ്ടായിരിക്കാം, പ്രൊജക്ടർ ഉണ്ടായിരിക്കാം, സിസ്റ്റം ഉണ്ടായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ അവിടെ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള എയ്ഡുകളാണ്, ഹെൽപ്പിംഗ് എയ്ഡുകളായിട്ട് മാത്രം. അതേപോലെ തന്നെ ചിലപ്പോൾ മിഷനറീസ് ഉണ്ടായിരിക്കും, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ദ അറ്റ്മോസ്ഫിയർ ഈസ് എൻറ്റയർലി ഷിഫ്റ്റഡ്. സോ വേറെ ഒരു നമ്മുടെ ഓർഗനൈസേഷന് ഔട്ടർ സ്പേസ് ആയിരിക്കാം, വേറൊരു സ്ഥലത്തായിരിക്കും നമുക്കിത് അറേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. Okay, this type of training is conducted by the organization within the premises or by external agencies. അപ്പോൾ ഒന്നെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഏതെങ്കിലും, ദാറ്റ് ഈസ് നമ്മുടെ യൂഷ്വൽ പ്ലേസ് ഇതിനു വേണ്ടി ഓപ്റ്റ് ചെയ്യില്ല. അനദർ സിറ്റുവേഷൻ, ഓക്കെ, സോ സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിരിക്കാം, അവിടെ ട്രെയിനിങ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥലമായിരിക്കാം, അങ്ങനത്തെ ഒരു പ്ലേസ് ആയിരിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രിമീസസിൽ ഒരു സെപ്പറേറ്റ് പാർട്ടായിരിക്കാം. ഓക്കെ, അതേപോലെ അതല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഏജൻസീസിനെ ഏൽപ്പിക്കാം. ആ ഡിഫറെൻറ്റ് ഏജൻസീസ് വന്നിട്ട് ഒരു ക്ലാസ് റൂം സെറ്റപ്പ് ചെയ്ത് അവർ അതിലൂടെ ആയിരിക്കാം നമുക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. So classroom is arranged inside the premises of the company. Training programs are carried out in this classroom. Generally, this method is adopted by government and public undertakings. The employee has to leave his workplace and devote his entire time for training at a place away from his job. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത് എന്താണ്? നമ്മൾ ജോലി ചെയ്തിരുന്ന സ്ഥലം വിട്ട് ട്രെയിനിങ് തരുന്ന സ്ഥലത്തേക്ക് പോകേണ്ടതാണ്. അവിടെ നമ്മൾ താമസിച്ച് നമ്മൾ ട്രെയിൻഡ് ആകേണ്ടതാണ് എന്നുള്ളതാണ്. സോ എൻറ്റയർലി ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. ട്രെയിനിങ്ങിന് വേണ്ടി മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ പോകണം എന്നുള്ളതാണ്. ചിലപ്പം അപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡുകൾ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞ ഈ 12 പോയിൻറ്റ്സ്. ചിലപ്പം ഏതെങ്കിലും ഒരു സ്പെഷ്യൽ കോഴ്സസ്, കോൺഫറൻസസ് എന്ന് പറയുന്ന മെത്തേഡ്, കേസ് സ്റ്റഡി, സെമിനാറുകൾ, റോൾ പ്ലേയിങ്, സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, ലെക്ചർ മെത്തേഡ്, ഓഡിയോ വിഷ്വൽസ്, സിമുലേഷൻ, ലബോറട്ടറി ട്രെയിനിങ്, ബ്രെയിൻ സ്റ്റോമിങ് ആൻഡ് ഇൻ ബാസ്ക്കറ്റ്. അങ്ങനെ 12 മെത്തേഡുകളാണ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ മൂവ് on to one by one. First one is special courses. Special courses എന്ന് പറയുന്നത് with the group of അല്ലെങ്കിൽ with the help of experts തരുന്നതാണ്. Special courses are conducted by an organization with the help of experts. Experts conduct a series of lectures. These lectures are meant for imparting special skills and knowledge about performing special tasks അല്ലെങ്കിൽ special skills.
Okay, so ഈ സ്പെഷ്യൽ കോഴ്സസ് എന്ന് പറയുന്നത് is conducted with the help of a group of experts. So അവർ വന്ന് ഓരോ സെഷനും അവർ lecturing ആണ്. So through those lecturing we'll be able to do or we'll be able to perform that special task എന്നുള്ളതാണ്. Second thing is conferences. നമ്മൾ കേട്ടിട്ടുണ്ടാവും പലരും, ഇന്ന് ഇവിടെയാണ് കോൺഫറൻസിന് പോയേക്കാണ് അല്ലേ, നമ്മൾ പലരും കേൾക്കുന്ന ഒരു വാക്കാണ്, ഇന്ന് നിങ്ങളുടെ മാനേജർ ഇല്ല, മാനേജർ ഇന്ന് കോൺഫറൻസിന് പോയേക്കാണ്. സോ ദിസ് ഈസ് എ വെരി സിമ്പിൾ മെത്തേഡ് ഓഫ് ട്രെയിനിങ് എന്നുള്ളതാണ് കോൺഫറൻസസ്. Okay, so employees in the same organization or different organization comes together to discuss the various aspects of a particular topic. അപ്പം ഈ ഏത് കമ്പനിക്കും ഉണ്ടാവില്ല ഒരു അസോസിയേഷൻ, സിമിലർ ജോബ് അല്ലെങ്കിൽ സിമിലർ പ്രൊഡക്ഷൻ നടത്തുന്ന ഓർഗനൈസേഷനുകളായിട്ടൊക്കെ നമുക്ക് ടൈപ്പ് ഉണ്ടായിരിക്കും, ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. സോ എല്ലാവരും ഒരേപോലെ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഇഷ്യൂസിനെ നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പറയുന്ന കോൺഫറൻസസ് കണ്ടക്ട് ചെയ്യാറ്. ചിലപ്പോൾ ഡോക്ടേഴ്സ് കോൺഫറൻസിന് പോയേക്കാണ്. സോ എന്തെങ്കിലും സ്പെഷ്യൽ കേസസ് ഒക്കെ വരുന്ന സമയത്ത് അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കോൺഫറൻസസ് എന്ന് പറയുന്നത്. Okay, experts are delivering lectures after discussion. Specific sessions are generally available to increase awareness and training of relevant topic. Often in a pick and choose format that can be of interest, usefulness to particular subgroups within an organization. അപ്പോൾ ഈ പർട്ടിക്കുലർ കോൺഫറൻസസിലൊക്കെ നമ്മൾക്ക് താല്പര്യമുള്ള ടോപ്പിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പങ്കെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഓപ്ഷൻസൊക്കെ കോൺഫറൻസസിൽ അവൈലബിൾ ആണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് അബൌട്ട് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് പറയുന്നത്, കേസ് സ്റ്റഡീസ് ഹെൽപ്പ് ഇൻ ഡെവലപ്പിംഗ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്. Cases are discussed in a group. Case study helps to develop power of reasoning, analytical skills, mental capabilities, and finally the decision making skill of the employees. So case studyയിലെ അവർ മുമ്പ് അവർക്ക് അനുഭവമുള്ള ഓരോ കേസസും ആർ put into discussion, and each and every one of them are discussed about their opinions, and finally അതിനെ ബേസ് ചെയ്തിട്ട് ലെക്ചറിങ് ഉണ്ടായിരിക്കും. സോ എങ്ങനെയാണ് അതിലേക്ക് അതിനും എക്സ്പേർട്സ് കൂടെ ഉണ്ടായിരിക്കും. സോ they will give you a solution how to handle such a situations എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ ഒരു എംപ്ലോയിക്ക് അയാളുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിനെ സ്ട്രെങ്തൻ ചെയ്യാനും ആ ഒരു എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനും കൂടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് അബൌട്ട് സെമിനാർസ്. സെമിനാർ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കോപ്പീസ് ഓഫ് ദിസ് ഡോക്യുമെൻറ്റ് ആർ സർക്കുലേറ്റഡ് among participants and it is discussed. The participants are able to learn about the topic through discussion. Experts and specialists are invited to read papers which are discussed in sessions. Seminars are even sponsored by businesses or corporations with the intention of circulating knowledge, new techniques or new practices. So seminars എന്ന് പറയുമ്പോൾ the same thing, അത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ട്രെയിനി പ്രസൻസ് പേപ്പർ ഓൺ എ പർട്ടിക്കുലർ ടോപ്പിക് എന്നുള്ളതാണ്. ഒരു പർട്ടിക്കുലർ പേപ്പർ നമ്മൾ ഇത്രയും ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ നോളജ്ഡ് പേഴ്സൺസ് ഉണ്ടായിരിക്കാം, അവരുടെ മുമ്പിൽ നമ്മൾ ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യാണ്. സോ അതിനെക്കുറിച്ച് കുറേ പോസ്റ്റ്മോർട്ടം ചെയ്യും, അവിടെ ഇരുന്നിട്ട് കുറേ ഡിസ്കഷൻസ് അവിടെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, നമ്മളെ കീറി മുറിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ പ്രസൻറ്റ് ചെയ്ത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുക. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നോളജ് ഇൻക്രീസ് ചെയ്യാനും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ത്രൂ സെമിനാറിലൂടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് അബൌട്ട് റോൾ പ്ലേയിങ്. റോൾ പ്ലേയിങ് എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ പ്രോബ്ലം ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. സോ റോൾ ഓഫ് എ
particular person. A problem or work situation is given which they are expected to tackle in that role. So just imagine if you are the manager of the company, if such a situation happens, what decision you take എന്നുള്ളതാണ് അവരുടെ ചോദ്യം എന്ന് പറയും. സോ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാനേജറാണെങ്കിൽ എങ്ങനെയാണ് തീരുമാനം എടുക്കുക? നമ്മളൊരു ഓർഗനൈസേഷൻ്റെ CEO എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും തീരുമാനം എടുക്കുക? ഇനി നമ്മൾ ഒരു സൂപ്പർവൈസറാണ്, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ എംപ്ലോയി ആണ്, നമ്മൾ എന്ത് തീരുമാനം എടുക്കും? ഓക്കെ, സോ ഇങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആർ ഗിവൻ ആൻഡ് ഹൗ ഇൻ വിച്ച് റോൾ യു പ്ലേ വെൽ എന്നുള്ളതാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ റോൾ പ്ലേയിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതേപോലെ തന്നെ ഡെവലപ്പ് ലിസണിങ് സ്കിൽസ്, ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിങ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഹോർലിക്സിൻ്റെ ഒരു പരസ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ, എനിക്കറിയില്ല. അതിൽ കണ്ടുവന്നത് ഒരു അമ്മയും 2 മക്കളും കൂടി യാത്ര പോവുകയാണ്. സോ അവരുടെ കാറിൻ്റെ ടയർ പങ്ക്ചർ ആവുകയും അതേപോലെ തന്നെ മൂത്ത മകൾ വന്ന് എന്ത് ചെയ്യാണ്, കാറിൻ്റെ ടയർ മാറ്റിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നീ എപ്പോഴാണ് പഠിച്ചത്? എവിടുന്നാണ് നീ പഠിച്ചത്? അച്ഛൻ ചെയ്യണ കണ്ടിട്ടുണ്ട്. സോ നമ്മുടെ വീട്ടിൽ നിന്നാണിത് തുടങ്ങുന്നത്, റോൾ പ്ലേ എന്ന് പറയുന്നത്. നമ്മുടെ പാരൻസിൻ്റെ റോൾ, കുട്ടികൾ ചിലപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് നോക്കിക്കോട്ടെ, അനിയനെ നോക്കിക്കോളൂ, അനിയത്തിനെ നോക്കിക്കോളൂ, വീട് നോക്കിക്കോളൂ എന്ന് ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അന്നത്തെ കാരണവർ നമ്മളാണ് വീട്ടിൽ. നമ്മൾ പറയുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ നടക്കുക, അല്ലേ? സോ ഡിഫറെൻറ്റ് റോൾസ് യു പ്ലേ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ബിൽഡ് കോൺഫിഡൻസ്. നിങ്ങളില്ലെങ്കിൽ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും. അതാണ് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ അച്ഛൻ്റെ കൂടെ നിന്ന് നമ്മൾ ടയർ എടുക്കുന്നത്, അതേപോലെ തന്നെ സ്റ്റെപ്പനി ടയർ നമ്മൾ റിലീസ് ചെയ്യുന്നതും, ഇവിടെ നിന്ന് ജാക്കി യൂസ് ചെയ്തിട്ട് വണ്ടി ലിഫ്റ്റ് ചെയ്യുന്നതും, ഇതൊക്കെ നമ്മൾ വെക്കാനും അതേപോലെ തന്നെ ടയർ ഊരാനും അതിനുള്ള ടൂൾസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കണം. ഓക്കെ, സോ നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർ നമുക്ക് തരുന്ന ട്രെയിനിങ്ങിലൂടെയാണ്. ക്ലിയർ? സോ നമ്മുടെ ബിൽഡ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ ഓരോ സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് എന്നുള്ളതാണ്. സെക്കൻഡ് തിങ് ഇസ് ഡെവലപ്പ് ലിസണിങ് സ്കിൽസ്. ലിസണിങ് സ്കിൽസ് എന്ന് പറയുമ്പം റോൾ പ്ലേയിങ്, ഒരു റോൾ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് ഒരു മനുഷ്യനെ, മറ്റൊരു വ്യക്തിനെ കേൾക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. കാരണം ഒരാളെ ലിസൺ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി വെരി എസെൻഷ്യൽ സ്കിൽ ദാറ്റ് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ഡോണ്ട് ഹാവ്, അല്ലേ? ഇന്ന് അമ്മമാർ പറയുന്നതോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് പറയുന്നതോ അവരോട് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാനോ ഇന്ന് ഏത് കുട്ടികൾക്കാണ് ഇഷ്ടം? അല്ലെങ്കിൽ നമ്മുടെ ഹയർ ഒഫീഷ്യൽ നമ്മളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് ലിസൺ ചെയ്യാനായിട്ട് എന്താണ് നമുക്ക് ഒരു ബുദ്ധിമുട്ട്? ഞാൻ പറയട്ടെ, നമുക്ക് പലപ്പോഴും ക്ലാസ് ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നും പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ നിന്നും ഒക്കെ നമുക്ക് പല വോയിസ് ക്ലിപ്പുകളും നമ്മുടെ ഫോണിലൂടെ നമുക്ക് ലഭിക്കാറുണ്ട്. നമ്മുടെ മക്കൾക്ക് തരുന്നുണ്ട് ഇൻസ്ട്രക്ഷൻസൊക്കെ. ചില സമയത്ത് ഈവൻ ദ പാരൻസ് ഇറ്റ് സെൽഫ് ദേ himself or herself say, ഞങ്ങൾക്ക് അത് കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മിസ് എന്താണ് കാര്യം എന്നുള്ളതൊന്ന് ചുരുക്കി പറയൂ എന്ന് പലരും പല ടീച്ചേഴ്സിൻ്റെ അടുത്തും പല ആൾക്കാരുടെ അടുത്തും ഓപ്പൺ ദേ ഡോണ്ട് ഹാവ് ദി പേഷ്യൻസ് ടു ലിസൺ ഇറ്റ്. ആദ്യം തന്നെ നമുക്ക് പേഷ്യൻ്റായിട്ട് നമുക്കതൊന്ന് ലിസൺ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഇന്ന് പലരിലും ഇല്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് പേഷ്യൻസ്. എവറിത്തിങ് ഷുഡ് ബി ഡൺ. ഇപ്പോൾ വെച്ച വാഴ ഇപ്പോൾ കൊലയ്ക്കണം എന്നുള്ള രീതിയിലാണ്, അല്ലേ? നമുക്കിപ്പോൾ തന്നെ അതിൻ്റെ ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. വി ആർ നോട്ട് റെഡി ടു വെയിറ്റ് ഫോർ എനിത്തിങ്. അപ്പോൾ ഈ ഒരു റോൾ പ്ലേയിങ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെൽഫ് കോൺഫിഡൻസിനോടൊപ്പം തന്നെ you will get the skill of listening power. And third thing is, so when you listen to someone's problem, you can understand that particular person in his or her position.
നമ്മൾ ആ സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാവില്ല. നമ്മൾ തിരക്കിട്ട് ഒരു തീരുമാനം പറയുകയും ചെയ്യും, അതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല. സോ പ്രോബ്ലം സോൾവിങ്, ഒരു എഫക്റ്റീവ് പ്രോബ്ലം സോൾവിങ് ആവണം എന്നുണ്ടെങ്കിൽ കോൺഫിഡൻസിനോടൊപ്പം തന്നെ ലിസണിങ് സ്കിൽ ഉണ്ടായാലാണ് വാട്ട് ഹാസ് ഹാപ്പൻഡ് വെൻ ഹീ ഈസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പൊസിഷൻ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതിനനുസരിച്ച് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുക. Okay, and we'll move on to the sixth one, sensitivity training. Sensitivity training എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കലി സേഫ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ത്രൂ ഇമോഷണൽ ഇൻ്റലിജൻസ് ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് ഫീലിംഗ്, their mental status and interact accordingly. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ആ സെൻസിറ്റീവ്, അതല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഗെറ്റ് ഇമോഷണലി ഇംബാലൻസ്ഡ് വെരി സൂൺ. സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ഇമോഷണൽ ബാലൻസ് ആണ്. ഓക്കെ, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. നിങ്ങൾക്കറിയാം, പഴയ കാലത്തൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ സ്കൂളുകളിൽ ടീച്ചർമാരുടെ കയ്യിൽ നല്ല വടി ഉണ്ടാവും. ഓക്കെ, സോ ഈ നല്ല വടിയൊക്കെ യൂസ് ചെയ്തിട്ട് അവർ എണ്ണയിട്ട് വെച്ചിട്ട് അത് വെയിലത്ത് വയ്ക്കാനല്ല, കുട്ടികളെ എന്തെങ്കിലും കുറുമ്പ് കാണിക്കുമ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കാനുള്ളത് തന്നെയാണ്. ഇന്ന് കോടതി പറയുന്നത് എന്താണ്? ഉപദ്രവിക്കരുത്. ഒരു ടീച്ചർ ഒരു കുട്ടീനെ അടിക്കരുത്. ഞാൻ പറയുന്നത് അനാവശ്യമായിട്ട് ആരും അടിക്കരുത്. പക്ഷേ കുറുമ്പ് കാണിക്കുമ്പോൾ ചെറിയ ചെറിയ അടികൾ തരുന്നത് നല്ലതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പണിഷ്മെൻറ്റ്സിന് അടിക്കന്നെ വേണമെന്നില്ല. ചിലപ്പോൾ ബെഞ്ചുമേ കയറ്റി നിർത്തും, അല്ലേ? ഈ ബെഞ്ചുമേ കയറ്റി നിർത്തുമ്പോൾ എല്ലാവരും കൂടി നോക്കും, എല്ലാവരും കൂടി നമ്മൾ കളിയാക്കും. പഴയ കാലത്ത് കളിയാക്കിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് വഴക്ക് പറഞ്ഞതുകൊണ്ടോ ഒരു കുട്ടിയും പോയി തൂങ്ങി മരിച്ചിട്ടില്ല, ഒരു കുട്ടിയും ജീവിതം അവസാനിപ്പിച്ചിട്ടില്ല. ആ സമയത്തൊക്കെ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് ഇമോഷണൽ ബാലൻസ് ആണ്, ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ആൾക്കാർ നമ്മളെ കളിയാക്കുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ തല താഴ്ത്താതെ നമുക്ക് നിൽക്കാനുള്ള കപ്പാസിറ്റിയാണ് നമുക്ക് അതിലൂടെ കിട്ടുന്നത്. പക്ഷേ ഇന്ന് മിണ്ടിയാൽ അല്ലെങ്കിൽ അമ്മമാരൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന കുട്ടികളാണ്. സോ ദേ ഡോണ്ട് ഹാവ് എനി ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. സോ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ എന്തായിരിക്കും ചിന്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ അത് ചിലപ്പോൾ ശരിയായിരിക്കാം, നമ്മുടെ കണ്ണിലായിരിക്കും അത് തെറ്റ്. സോ വെൻ യു ആർ ഇൻ ദാറ്റ് പേഴ്സൺസ് പൊസിഷൻ സംടൈംസ് ദാറ്റ് മേ ബി റൈറ്റ്. സോ അത് മനസ്സിലാക്കുകയും അതേപോലെ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇമോഷണൽ ബാലൻസോട് കൂടിയിട്ട് തന്നെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. 2 മാർക്ക് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഇസ് എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് ആൻഡ് ഇംപ്രൂവിങ് സെൻസിറ്റിവിറ്റി ടു ദ ഫീലിംഗ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഫീലിങ്ങിന് വില കൊടുക്കുക എന്നുള്ളതാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്ങിലൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് 7th one is lecture method, അതേപോലെ ഓഡിയോ വിഷ്വൽ, സിമുലേഷൻ, ലബോറട്ടറി, ബ്രെയിൻ സ്റ്റോമിങ് ആൻഡ് ഇൻ ബാസ്ക്കറ്റ്. ഓക്കെ, ലെക്ചർ മെത്തേഡിൽ പറയുന്നത് ഒരു വെർബൽ പ്രസൻറ്റേഷനാണ്. ലാർജ് ഓഡിയൻസ് വിൽ ബി ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് ദ trainer will be given the trainer will be giving his lectures. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും എന്താ പറയുക, ഒരു കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് മാറ്റർ ആയിരിക്കാം, അതിനെ റിലേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ലെക്ചേഴ്സ് ആയിരിക്കാം. ആൻഡ് ദെൻ ഓഡിയോ വിഷ്വൽസ് എന്ന് പറയുന്നത് നമുക്ക് ഈ സെമിനാറിൽ നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ലൈഡുകളും അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ
സ്കൂൾസിലൊക്കെ ട്രെയിനിങ്ങിന് പോകുമ്പോൾ കുട്ടികൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല, ഇൻട്രോവേർട്ടായിട്ടുള്ള ചില കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. സോ അവരിനെയൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അവർ കൊടുക്കുന്ന അവരുടെ സെമിനാറുകളോ അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ തീരെ കഴിവില്ലാത്ത ആൾക്കാർ, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള അതർവൈസ് ചാലഞ്ചഡ് ആയിട്ടുള്ള അതർവൈസ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ നല്ല വശങ്ങൾ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഒരു എൻകറേജ്മെൻ്റ് ആണ്. ഇഫ് ഹീ ക്യാൻ ഡു, ഇഫ് ഹി ഓർ ഷീ ക്യാൻ ഡു മീൻസ് എനിക്ക് ദൈവം എല്ലാ കഴിവുകളും തന്നിട്ടില്ല, ഞാൻ എന്തിനാണ് പിന്നാക്കം നിൽക്കുന്നത്, എനിക്കും ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു എൻകറേജ്മെൻറ്റാണ്. സോ അങ്ങനത്തെ സ്റ്റോറീസ്, അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസ്, അതേപോലെ തന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് നമുക്ക് എപ്പോഴും ഹെൽപ്ഫുള്ളാണ്. ആൻഡ് ദെൻ സിമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് എ റിയലിസ്റ്റിക് ഡിസിഷൻ മേക്കിംഗ് എൻവയൺമെൻറ്റ് ഫോർ ദി ട്രെയിനി എന്നുള്ളതാണ്. ട്രെയിനിങ് ടു ആസ്ട്രോനട്സ് ഇസ് ഡൺ in an artificially created situation which is the same as they would face in space. അപ്പോൾ സിമുലേഷൻ എന്ന് പറയുന്നത് ദ മോസ്റ്റ് റിയലിസ്റ്റിക് സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ട്രെയിനീസിന് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇതിൽ തന്നിട്ടുള്ള ഒരു വെരി ഗുഡ് എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ എന്താ പറയുക, ആസ്ട്രോനറ്റാണ് നമുക്ക് കൂടുതൽ ഈ സ്പേസിലേക്ക് യാത്ര ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരല്ലേ. ഈ ആസ്ട്രോനറ്റ്സിനൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന എന്താ പറയുക, ആർട്ടിഫിഷ്യലി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവരൊരു സ്പേസിൽ പോകുമ്പോൾ അവർക്ക് നേരിടാവുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അവരെങ്ങനെയാണ്, ബട്ട് ദേ ആർ ആക്ച്വലി സേഫ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർക്ക് ഈ സിറ്റുവേഷൻസ് കൊടുക്കുന്നു എന്നുള്ളൂ. അപ്പോൾ അതായത് കൂടുതൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ അതിലെങ്ങനെയാണ് ഹൗ ഡു വി ടേക്ക് ഡിസിഷൻസ് എന്നുള്ളതാണ് സിമുലേഷനിലൂടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ലബോറട്ടറി ട്രെയിനിങ്. ലബോറട്ടറി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ട്രെയിനിങ് ടെക്നിക്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഇംപ്രൂവ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇറ്റ് ഇൻവോൾവ്സ് ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസസ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ബിഹേവിയർ, ഫീലിംഗ് ആൻഡ് റിയാക്ഷൻ ഓൺ ദെം. സോ ഇത് ഒരു ലബോറട്ടറി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. സോ ഹൗ ഡു വി ഗെറ്റ് മിങ്കിൾഡ് വിത്ത് ദെം, ഹൗ ഇസ് അവർ ബിഹേവിയർ, ഹൗ ഇസ് അവർ ആറ്റിറ്റ്യൂഡ്, അവർ അണ്ടർസ്റ്റാൻഡിങ്, എവറിത്തിങ്. നമ്മൾ ചില ആൾക്കാരുണ്ട് ആരോടും മിണ്ടില്ല, ഏതൊക്കെ ടൈപ്പ് ആൾക്കാർ വന്നാലും അവരാരോടും മിണ്ടാൻ തയ്യാറാവില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് നമുക്കറിയില്ല. നമുക്ക് ആ ട്രെയിനിങ്ങിലൂടെ വരുന്ന ആൾക്കാരായിട്ട് നമ്മളെങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മളെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അവരെയും കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടോ, അവരും കൂടി ഡെവലപ്പ് ആവാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, ദീസ് ഓൾ തിങ്സ് ആർ ഒബ്സർവ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ സോ ലബോറട്ടറി ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിലൂടെ നമ്മൾ കണ്ടിന്യൂസ്ലി ഒബ്സർവ്ഡ് തന്നെയാണ് അവിടെ ആയാലും. ഓക്കെ, ആൻഡ് ദെൻ 11th one is brainstorming. ബ്രെയിൻസ്റ്റോമിങ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി ട്രെയിനിങ് ടെക്നിക്കാണ്. സോ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പോലത്തെ ടഫ് സിറ്റുവേഷൻസ് ആയിരിക്കും തരാം, ടഫ് പ്രോബ്ലംസ് തരും. അപ്പം നമ്മളത് എങ്ങനെയാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, in this that is it helps to solve problems in a new and different way. അപ്പോൾ ന്യൂ മെത്തേഡ്, ന്യൂ തിങ് എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാലോ, ചിലപ്പോൾ നമ്മുടെ ഈ ചെറിയ കുട്ടികളെ റിലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പൊസിഷനും ഒന്നും നോക്കില്ല. അവരെ മുമ്പിൽ നിൽക്കുന്നത് അത്രയും ഒരു ഹൈ പൊസിഷനിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ചിലപ്പോൾ വീട്ടിൽ അവർക്ക് എന്തെങ്കിലും മനസ്സിൽ തോന്നുന്ന സംശയങ്ങൾ അവർ ചോദിക്കാതെ എടുത്തു വയ്ക്കില്ല. മുഖത്ത് വയ്ക്കും, അവർ ചോദിക്കാതെ അത് ചോദിക്കും. കാരണം അവർക്ക് ഈ പൊസിഷൻസും കാര്യങ്ങളും ഒന്നും അറിയില്ല. ജസ്റ്റ് ഇഫ് ദേ ഹാവ് എനി ഡൗട്ട് ദേ ഡു ആസ്ക് എന്നുള്ളതാണ് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതേപോലെ എന്താ പറയുക, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂസ് നമ്മൾ അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കാർ അവരുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് അത് ന്യൂ മെത്തേഡ് യൂസ് ചെയ്തിട്ട് അതിനൊരു റിസൾട്ട്സ് കിട്ടും. ഓക്കെ, സോ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസി അല്ല. കുറച്ച് തല പുകഞ്ഞാലാണ് നമുക്ക് സാധനങ്ങൾ അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടുള്ളൂ. സോ ഇറ്റ് റിയലി ഹെൽപ്സ് ടു ബ്രിങ് ഔട്ട് ദി ക്രിയേറ്റിവിറ്റി among the employees എന്നുള്ളതാണ്. And next is in-basket method, the last one. In-basket training is a training method to acquaint employees about their job where the number of problems are kept in the basket.
usually kept on the desk. It is a method of acquainting new or promoted employees with the complexities of their jobs by presenting them with a range of problems they might find in their in basket when they take up the job. Okay, so ഇവിടെ in basket എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബാസ്ക്കറ്റിനുള്ളിൽ ഇഷ്ടംപോലെ പ്രോബ്ലംസ് എഴുതിയിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദാറ്റ് പെർട്ടിക്കുലർ ജോബ്. സോ ഇവിടെ പറയുന്നത് ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഡെസ്കുമലായിരിക്കും നമ്മൾ പ്രോബ്ലംസ്, ഇഷ്യൂസ് ഇതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരിക്കാം. സോ അത് ഓരോന്നും എടുത്ത് വായിച്ച് ഹൗ ദ ട്രെയിനി റിയാക്ട് ഫോർ ദാറ്റ്. അപ്പോൾ അയാളൊരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് എത്തുമ്പോൾ അയാൾ എങ്ങനെയാണ് ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ന്യൂ മെത്തേഡ് കണ്ടുപിടിച്ച് അതിലേക്ക് അയാൾ വരുന്നത് എന്നുള്ളത്. സോ അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻ ബാസ്ക്കറ്റ്. അപ്പോൾ ഇൻ ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണ്? ഫുൾ ഓഫ് പ്രോബ്ലംസ് ആൻഡ് വി ഹാവ് ടു കം ഔട്ട് ഓഫ് ദാറ്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഓൺ ദ ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും. ഓൺ ദ ജോബ് ട്രെയിനിങ് ഇസ് വെരി സിമ്പിൾ. വെൻ വി ആർ ഓൺ ദി ജോബ് ഇറ്റ് സെൽഫ് വി ആർ ഗെറ്റിംഗ് ട്രെയിൻഡ് എന്നുള്ളതാണ്. ബട്ട് ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അവേ ഫ്രം ദി വർക്ക് പ്ലേസ്. നമ്മൾ വേറൊരു സിറ്റുവേഷൻ, വേറൊരു അറ്റ്മോസ്ഫിയറിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടുഡേ ആൻഡ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിൽ സീ ദി അതർ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്. അത് 7 മെത്തേഡ്സ് നമുക്ക് ബാക്കിയുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എൻ്റെ മക്കൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞുതരാം.